ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് പൈനാപ്പിൾ റവ കേസരിയാണ്. നമ്മൾ നോർമൽ റവ കേസരി ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ്. ഇതിപ്പോൾ കേസരി എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് തന്നെയാണ്. അവിടെ എന്ത് ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ കാര്യങ്ങളുണ്ടെങ്കിൽ സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ മെയിൻ ഒരു ഐറ്റം തന്നെയാണ് കേസരി. പല വിധത്തിലുള്ള കേസരി ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ഇവിടെ പൈനാപ്പിൾ റവ കേസരിയാണ്. അപ്പോൾ നമുക്ക് കേസരിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ 1 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. നോർമൽ നമ്മൾ ഉപ്മാവിൽ ഉണ്ടാക്കുന്ന റവ തന്നെയാണ്. 1 ഗ്ലാസ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 ഗ്ലാസിൻ്റെ അളവാണ് പറയുന്നത്. ബാക്കി ഇൻഗ്രീഡിയൻസും നമ്മൾ സെയിം ഗ്ലാസ്സോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണ് നമ്മൾ റവ എടുക്കുന്നത് അതേ പാത്രത്തിൻ്റെ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ 1 ഗ്ലാസ് റവക്ക് 1.5 ഗ്ലാസ് ഷുഗറാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന മധുരം എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ലൊരു കറക്റ്റ് മധുരമാണ്. കൂടുതലുമല്ല കുറവും അല്ലാത്ത വിധത്തിലുള്ളൊരു മധുരമാണ്. പക്ഷേ നോർമലായിട്ട് നമ്മളിപ്പോൾ കേസരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് മധുരം എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്നാണ്. ഞാൻ പക്ഷേ ഇവിടെ 1.5 ഗ്ലാസ് മധുരം എടുക്കുന്നില്ല. എനിക്ക് ഈ ഒരു മധുരം തന്നെ കൂടുതലായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മധുരം വളരെ കുറച്ച് മാത്രം മതിയെങ്കിൽ 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് തന്നെ ഷുഗർ എടുത്താൽ മതി. 1 ഗ്ലാസ് റവ എടുക്കുമ്പോൾ 1 ഗ്ലാസ് തന്നെ ഷുഗർ എടുത്താൽ മതി. ഇതിൻ്റെ ഒന്നിച്ച് ഞാനിവിടെ 1/2 ഗ്ലാസ് പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് മുറിച്ചെടുക്കണം. 1/2 ഗ്ലാസ്സാണ്. സെയിം ഗ്ലാസിൻ്റെ അളവിൽ 1/2 ഗ്ലാസ് പൈനാപ്പിൾ. നിങ്ങൾക്കിപ്പോൾ ഇതിൽ പൈനാപ്പിൾ ഒന്നും ചേർക്കാണ്ട് പ്ലെയിൻ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പൈനാപ്പിൾ ചേർക്കുന്ന ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം സെയിം അതേ രീതി തന്നെയാണ്. അത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നത് സെയിം ഗ്ലാസിൻ്റെ അളവിൽ തന്നെ. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. അതേ ഗ്ലാസ്സിന് ഞാൻ റവ എടുത്ത 1 ഗ്ലാസ് റവ എടുത്ത അതേ ഗ്ലാസിൻ്റെ അളവിൽ അതിൻ്റെ 3 ഇരട്ടിയാണ് ഇവിടെ വെള്ളം ചേർക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ എടുക്കുന്ന അളവ് എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് റവക്ക് 2 ഗ്ലാസ് ഷുഗർ എടുക്കുക. അതുപോലെ തന്നെ 3 ഗ്ലാസ് വെള്ളം എടുക്കുക. അതാണ് അതിൻ്റെ ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള അളവ്. പക്ഷേ ഞാനിവിടെ റവക്ക് 1 ഗ്ലാസ് റവക്ക് 1.5 ഗ്ലാസ് മാത്രമേ ഷുഗർ എടുക്കുന്നുള്ളൂ. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ കുറച്ചതിൻ്റെ മധുരം കുറച്ച് നിന്ന് മാത്രമേ ഉള്ളൂ. അത് കൂടാണ്ട് ഞാനിപ്പോൾ 1 ഗ്ലാസ് റവക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്താം. നിങ്ങൾക്കിപ്പം നമ്മൾ ഉപ്മാവെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി അല്ല ഒരു ടെക്സ്ചറിൽ അത്രയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് 1 ഗ്ലാസ് റവക്ക് 1.5 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചാൽ മതി. അത് കറക്റ്റ് ആ ഒരു നമ്മൾ ഉപ്മാവിൻ്റെ ആ ഒരു ടെക്സ്ചർ ആ ഒരു ഇതിൽ പോലെ ഉണ്ടാവുക. ഉതിരി ആയിട്ടുണ്ടാവും, വിട്ട് പോലെ. അതല്ല നിങ്ങൾ കുറച്ചുകൂടെ തിക്കായിട്ട് വേണ്ടതെങ്കിൽ 2 ഗ്ലാസ് വരെ എടുക്കുക. 1 ഗ്ലാസ് റവക്ക് 2 ഗ്ലാസ് വരെ എടുക്കുക. പക്ഷേ അതല്ലാണ്ട് നമ്മളിപ്പോൾ നോർമലായിട്ട് ഹൽവ കഴിക്കുമ്പോൾ നമുക്ക് സ്പൂണോട് കോരി കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. നമ്മൾ വായിലിട്ട മെൽറ്റ് ചെയ്ത് പോകുന്ന മാതിരി അതുപോലെ ഇല്ലൊരു സ്റ്റേജ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 3 ഗ്ലാസ് തന്നെ എടുക്കണം. അതിലും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കുന്ന രീതിയുണ്ട്. 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 1 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിവിടെ 3 ഗ്ലാസ് മാത്രമേ എടുക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് നെയ്യ് എടുക്കണം. സെയിം ഗ്ലാസിൻ്റെ അളവിൽ 1/2 ഗ്ലാസ് നെയ്യ്. അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. അതിനൊന്നിച്ച് തന്നെ ഇതിൽ നട്ട്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാഷ്നട്ടും റൈസിൻസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പൈനാപ്പിൾ യൂസ് ചെയ്തതുകൊണ്ട് പൈനാപ്പിൾ എസൻസ് ഉപയോഗിക്കാം. അതിനൊന്നിച്ച് തന്നെ നമ്മൾ ഇതിൽ എപ്പോഴും ഒരു യെല്ലോ കളർ ഉണ്ടാവും, ഓറഞ്ച് യെല്ലോ കളർ, കേസരി കളർ എന്ന് പറഞ്ഞിട്ട് കളർ വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു കളർ മിക്സ് ചെയ്തിട്ടാണ് ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതെങ്ങനെ ചെയ്യുകയെന്ന് കാണിക്കാം. ഞാനിവിടെ കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ എടുത്ത് വെച്ച റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 6-7 മിനിറ്റിൽ കൂടുതൽ നന്നായിട്ട് വറുത്തെടുക്കണം. കളർ മാറാത്ത വിധത്തിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്നതിലാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കിയാൽ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് കയ്യിലൊട്ടുന്ന പോലെ ഉണ്ടാവുക. ഹൽവ കയ്യിലൊട്ടാണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത്. ഞാനിവിടെ റവ വറുത്തെടുക്കുന്നതിന് മുമ്പേ നമ്മൾ എടുത്ത് വെച്ച നട്ട്സ് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കാഷ്നട്ട് ഞാൻ ഇവിടെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അതിട്ട് കൊടുക്കാം. കാഷ്നട്ട് ലൈറ്റായിട്ട് ഇവിടെ വയന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ റൈസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനപ്പോൾ ഇതേ പാത്രത്തിൽ തന്നെയാണ് റവയും വറുത്തെടുക്കുന്നത്. ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ചുകൂടെ 1/2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇത് നെയ്യിൽ തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പം ഏകദേശം ഒരു കപ്പ് 1 ഗ്ലാസ് റവ എടുക്കുന്നതിന് 1/2 ഗ്ലാസ് തന്നെ നെയ്യ് എടുക്കണം. നോർമലായിട്ട് ചിലർ വന്നിട്ട് കുറച്ച് കൂടുതൽ എടുക്കും. പക്ഷേ ഞാനിവിടെ ഏകദേശം അതിൻ്റെ ഒരു അളവ് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളിത് പെട്ടെന്ന് ചെയ്തെടുത്ത് തീർക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും പറയും നോർമലായിട്ട് കേസരി അല്ലെങ്കിൽ നമ്മൾ റവ വെച്ചിട്ട്
ഹൽവ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇതിൻ്റെ ഈ ഒരു വറുത്തെടുക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് മുഖ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നന്നായിട്ട് വറുത്തെടുക്കണം. ഞാൻ ഇത് ഏകദേശം ഒരു 8 മിനിറ്റ് കൂടുതലായി, ഏകദേശം ഒരു 10 മിനിറ്റോളമായി ഞാനിതിങ്ങനെ ഇളക്കുന്നത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ സൗണ്ടിൽ തന്നെ വ്യത്യാസം വരും. നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ട് ഇളക്കുന്ന സൗണ്ടും ഇപ്പോൾ ലാസ്റ്റ് റെഡി ആയതിന് ശേഷമുള്ള സൗണ്ടിലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാവും. എങ്ങനെയായാലും നമ്മളിപ്പോൾ ഒരു 8 മിനിറ്റ് അങ്ങ് ഇതിങ്ങനെ ഇളക്കി എടുക്കണം, അപ്പോഴേ നന്നായിട്ട് വരില്ലോ. അപ്പോൾ ഞാനിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ റവ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വെച്ച പൈനാപ്പിളും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ വഴറ്റുന്ന സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല എപ്പോഴും. അതിനൊന്ന് വെച്ച് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ആ പൈനാപ്പിളിനൊന്നൊരു മധുരം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മളിപ്പോൾ പൈനാപ്പിൾ ഒരുപാട് കൂടുതൽ സമയം വേവിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിൽ ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി കിട്ടിയാൽ മതി. നമ്മളിതിപ്പം കുറച്ച് ഒരു 2-3 ദിവസം വെച്ചിട്ട് കഴിക്കുന്നതാണെങ്കിൽ പൈനാപ്പിളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇതിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം നന്നാക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ എടുത്തിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ കുറച്ച് കൂടുതൽ ദിവസം നിൽക്കും. പെട്ടെന്ന് കഴിക്കുന്നതാണെങ്കിൽ അങ്ങനെ വേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ അടുത്തത് ഇവിടെ വേറൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിതിപ്പം 1 ഗ്ലാസ് റവക്ക് 3 ഗ്ലാസ് വെള്ളം ഇവിടെ അളന്നെടുത്തിട്ടുണ്ട്. അതെടുക്കാം. ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി, ഒന്ന് ബാലൻസ് ചെയ്യാൻ. അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് മധുരം കൂടുതൽ എൻഹാൻസ് ചെയ്തിട്ട് കാണിക്കും നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ. നോർമലായിട്ട് ഉപ്പിടാണ്ട് നമ്മൾ വെറും മധുരം മാത്രം ഇട്ടിട്ട് പഞ്ചസാര മാത്രം ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കുറവ് പോലെ ഉണ്ടാവും, ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവും ശരിക്കും. ഇതിൻ്റെ ഒന്നിച്ച് ഞാൻ കുറച്ച് ഫുഡ് കളർ കൂടെ ചേർക്കുന്നുണ്ട്. യെല്ലോ കളർ, നമ്മൾ കേസരി കളർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ കളർ ചേർക്കണം നിർബന്ധമില്ല. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കളർ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നോർമലായിട്ട് സാഫ്രോൺ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ വെള്ളം തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുത്താൽ. നിങ്ങൾക്ക് നെയ്യ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ നോർമലായിട്ട് അത് ചേർത്ത് കൊടുത്താലാണ് അതിന് ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ തിളക്കുന്ന സമയത്ത് നമ്മൾക്കിവിടെ വറുത്ത് വെച്ച റവ ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ഈ സമയത്ത് ശ്രദ്ധിക്കണം, ഇത് മുഖത്തിൽ തെറിക്കും. ഈ സമയം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇവിടെ മൂടി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചിട്ട് വേവിപ്പിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പൈനാപ്പിൾ വേണ്ടെങ്കിൽ ഈ സമയത്ത് ഒഴിവാക്കിയാൽ മതി. ഇത് മാത്രമേ ഇവിടെ ഒഴിവാക്കണ്ടൂ. പൈനാപ്പിൾ കേസരി എന്ന് പറഞ്ഞാൽ ഇതിൽ പൈനാപ്പിൾ ആഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നോർമലായിട്ടുള്ള കേസരിയാണ് പ്ലെയിനായിട്ട് ചെയ്താൽ മതി. ഇതിനൊന്നിച്ച് 1.5 ഗ്ലാസ് ഷുഗർ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഗ്ലാസ് തന്നെ ഉപയോഗിക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് മാത്രമേ ഉപയോഗിക്കുന്നില്ല. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചൂടിൽ തന്നെ ഇതിൽ ഷുഗർ ചേർത്തതെല്ലാം മെൽട്ടായിട്ട് വരും. നമ്മളിപ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ തോന്നും മെൽട്ടാവുന്നില്ല എന്നല്ലേ തോന്നിപ്പോവും. പക്ഷെ അങ്ങനെയില്ല, പെട്ടെന്ന് ഇത് മെൽട്ടായി കിട്ടും. കുറച്ചുകൂടെ ലൂസായ പോലെ ഉണ്ടാവും ഇതുപോലെ. ഇത് കട്ടയൊന്നും പിടിക്കേണ്ട അത്ര കറക്റ്റായിട്ട് നമ്മളത് വറുത്തെടുക്കുന്നതിൻ്റെ ആ രീതിയിലാണ് ആ ഒരു നല്ല ഇത് വരുന്നത്. നമ്മൾ ഉപ്മാവാക്കുമ്പോഴും അതുപോലെ തന്നെ ചെയ്താൽ മതി. ഞാൻ ഇതിന് മുമ്പ് ഉപ്മാവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിന്, നന്നായിട്ട് വറുത്തെടുത്തിട്ടാണ് ചെയ്തിന്. നല്ല കറക്റ്റായിട്ട് ഉതിർന്ന് കിട്ടുന്ന പോലെ തന്നെ നമ്മൾക്ക് ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒന്നും വെച്ചാൽ തന്നെ കുറച്ച് ഏലക്കായ് പൗഡർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏലക്കായ് പൗഡർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കാം. പക്ഷേ പൈനാപ്പിൾ ഫ്ലേവറാണ് ഇതിന് നോർമലായിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വരും. ഞാനിവിടെ പൈനാപ്പിൾ ചേർത്തതുകൊണ്ട്. നമ്മൾ പ്ലെയിനായിട്ട് ചെയ്യുന്ന കേസരിയാണെങ്കിൽ അതിന് ഏലക്കായ് പൗഡർ. പക്ഷേ ഞാനിപ്പോഴിവിടെ ഏലക്കായ് പൗഡർ തന്നെ ചേർക്കുന്നത്. പക്ഷേ അതും നല്ല ടേസ്റ്റാണ്. ഇത് പഞ്ചസാരയും ഇത് ഏലക്കായും എല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കിയിട്ട് ഒന്നുകൂടെ ഡ്രൈ ആക്കി എടുക്കണം. പഞ്ചസാരയെല്ലാം ചേർത്തതിന് ശേഷം ഒന്നുകൂടെ മെൽട്ടായതുപോലെ ഉണ്ടാവും. ഒന്നുകൂടെ ഡ്രൈ ആക്കി എടുക്കണം. ഈ സമയത്ത് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഏകദേശം 1/2 ഗ്ലാസ് തന്നെ നെയ്യ് ഇതിൽ ആവശ്യമാണ്. അപ്പോൾ അടുത്തത് നമ്മളിവിടെ വറുത്ത് വെച്ച് കാഷ്നട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെയെല്ലാം ഹൽവ വേണ്ടതെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറക്കണം. ഇതാണ് പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ഒരു അളവ്. നമ്മളിതിപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് തണുത്ത് വരുമ്പോൾ
ഇത് നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീണ്ടും നമ്മളിപ്പോൾ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മൾ തണുത്തിട്ട് കഴിക്കുമ്പോൾ കുറച്ച് കട്ടിയായ പോലെ ഉണ്ടാവും. അത്ര ടേസ്റ്റായിട്ട് തോന്നില്ല അങ്ങനെ. അപ്പം ഞാൻ അടുത്തത് ഇതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് വേണ്ടെങ്കിൽ ചേർക്കണ്ട, പക്ഷെ എന്നാൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്, നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ നമ്മളിതിപ്പം നന്നായിട്ട് ഉതിർന്ന് കിട്ടുന്ന പോലെ തന്നെ നമ്മളെ കയ്യിലെല്ലാം ഒട്ടാണ്ട് അങ്ങനെ കിട്ടണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മൾ എപ്പോഴെങ്കിലും മാത്രം കഴിക്കുന്നില്ലേ, ദിവസവും ഉണ്ടാക്കി കഴിക്കുന്നില്ലല്ലോ, അപ്പോഴല്ലേ നമ്മൾ പ്രശ്നം ഉണ്ടാവും. ദിവസവും കഴിക്കുമ്പോഴല്ലേ കൂടുതൽ നെയ്യെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ മോശം എന്ന് പറയുന്നത്. എപ്പോഴും കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ നമ്മൾക്കിങ്ങനെ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് ഇതുപോലെ വരുന്നുണ്ട്. ഇത് കറക്റ്റ് അളവാണ്. അതുകൂടാണ്ട് നമ്മളിപ്പം നിങ്ങൾക്ക് കുറേയും കൂടെ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് വഴറ്റി എടുത്താൽ മതി. കുറച്ചുകൂടെ നെയ്യെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. പക്ഷേ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു അളവ്. ഈ ഒരു അളവിലാണ് നല്ല നമ്മൾ സ്പൂണറൊക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കാൻ നല്ല സുഖമായിട്ടുണ്ടാവുക. അപ്പം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ഇതിപ്പോൾ തണുത്തതിന് ശേഷം ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഒന്ന് തണുക്കട്ടെ, തണുത്തതിന് ശേഷം മാത്രം പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. നമ്മളിപ്പം ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയതുകൊണ്ട് ഈ ഒരു അളവിൽ തന്നെ കിട്ടിയത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യെല്ലാം കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ വായിലിട്ട് കഴിഞ്ഞാൽ മെൽറ്റായിട്ട് പോകുന്ന വിധത്തിൽ തന്നെ കേസരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് നമ്മൾക്കിതിപ്പോൾ ചെയ്തെടുക്കണമെങ്കിൽ ഞാൻ കാണിക്കാം. ഇതാ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തതാണ്. ഇതിപ്പോൾ ഈ ഒരളവിൽ നമുക്ക് കിട്ടുന്നില്ല. ഇതുപോലെ കിട്ടണമെങ്കിൽ നമ്മളത് റവ വറുത്തെടുക്കുന്നത് ശ്രദ്ധിക്കണം, നന്നായിട്ട് വറുത്തെടുക്കണം. അതും മെയിൻ ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thank you.